വചനത്തിനകത്തിൽ ഗിദയോനെ വിളിക്കുന്നു, അല്ലയോ പരാക്രമശാലിയെ. കഴിഞ്ഞ കാലഘട്ടത്തിലെ രീതികളനുസരിച്ച് പരാക്രമശാലിയെ എന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യതയും അവൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ അന്ന് ദൈവം വിളിച്ചത് അവനിലുള്ള നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ അവനിലുള്ള ഒരു യോദ്ധാവിനെ ആ വിളിയിലൂടെ പുറത്തു കൊണ്ടുവന്ന് ആ വിളിക്കകത്തിൽ കൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന ഒരു നായക സ്ഥാനത്തേക്ക് ആ തലമുറയെ മുമ്പിൽ നിലനിർത്തുവാൻ കർത്താവ് ഉപയോഗിച്ചു എങ്കിൽ, പ്രിയ ദൈവവേദലേ, വചനം വെറുതെ വായിച്ചു പോകാതെ ആ വചനത്തിനകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അതെന്നോടുകൂടെയാണ് എന്ന് നീ എപ്പോൾ വിശ്വസിക്കുന്നോ അവിടെ നിന്ന് നിന്റെ നിയോഗങ്ങൾ പുറത്തു വരുവാനിടയാകും. ഒരു വാക്തത്വം, ഒരു ദൈവപുരുഷനിൽ കൂടെയുള്ള പ്രവചന ശബ്ദങ്ങൾ, അങ്ങനെ ചിലതൊക്കെ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ദൂതിനെ വിശ്വസിച്ച് അതെൻ്റെ ദൈവത്താൽ സാധ്യമായി തീരുമെന്നുള്ള ആ വചനത്തിൻ്റെ ഉറപ്പിനകത്ത് നിനക്ക് ചുവട് വെക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പോടെ വിളിച്ചു പറയാം, നീ പരാജയപ്പെട്ടു പോകത്തില്ല. പരാജയം നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറാൻ തുടങ്ങും. നീ ഒരു ഗിദയോനെ പോലെ തന്നെ പരാക്രമശാലിയായി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്ന നിലകളിലേക്ക് കർത്തൻ നിന്നെ എടുത്ത് പ്രയോജനപ്പെടുത്തുമെന്നാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ദിവസം വിളിച്ചു പറ, ഞാനും ഒരു പരാക്രമശാലിയാണ്. എവിടെ? കർത്താവിൻ്റെ പൂണിയിലെ ശ്രേഷ്ഠനായ ഒരു ആയുധം പോലെ എന്നെ കർത്താവ് ഈ നാളുകളിൽ ഇതാ ഉപയോഗിക്കാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പൂർണ്ണമായും ആ വചനത്തെ ഏറ്റെടുത്ത് മുമ്പോട്ട് ചുവട് വെക്കുമ്പോൾ നിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പരാജയങ്ങളോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാപസംബന്ധമാകുന്ന പ്രതികൂല സാഹചര്യങ്ങളോ ഒന്നും ഒരു വിഷയമാകാതെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതം പരാജയമല്ല, ഒരനുഗ്രഹമായി തീരും. നിന്നിൽ പകരപ്പെട്ട ആ ദൈവത്തിൻ്റെ ശക്തിയാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച വീണുപോയ അവസ്ഥയ്ക്കകത്തിൽ നിന്നും ഒരു പറ്റം ജനതയെ എഴുന്നേൽപ്പിക്കാൻ നിന്റെ മേൽ നിയോഗമുണ്ടെന്ന് ആത്മശക്തിയിൽ കൈമാറുകയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.